ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഞാനിന്ന് പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കുറച്ച് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ എത്രത്തോളം പഴം പഴുക്കണം എന്നൊന്നുമില്ല. പിന്നെ അതിന് വേണ്ടി ശർക്കര ഉരുക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ 3 ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയറായിട്ടാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിലാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ഒരു പാൻ വെച്ച് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം. അധികമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കിടന്നിട്ട് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോവാതെ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമ്മളിതിലോട്ട് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൂസിൽ ശർക്കര ഉരുക്കി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണെന്നുവെച്ചെങ്കിൽ കുറച്ച് കട്ടിയിൽ ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചിരകി വെച്ച തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ഈ ടൈമിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിതൊന്ന് ഉടയാതെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കരയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് പഴത്തിലോട്ട് ശർക്കരയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.